ചേച്ചി ഇപ്പോൾ ഒരുപാടാണ് സെക്ഷൽ അബ്യൂസ്லாம் ഇപ്പോൾ നടന്നിട്ട് இருக்கு. ചേച്ചിക്ക് ഇപ്പോൾ കയ്യിൽ ലാ വന്നിട്ടുന്ന ഒരു സട്ടം കയ്യിൽ കിട്ടിയാൽ ചേച്ചി എന്ത് ചെയ്യുക അയാൾക്ക്? അയാളെ ആ സ്പോട്ടിൽ വെടിച്ച് അങ്ങ് കൊല്ലണം. കയ്യിൽ തോക്കൊണ്ടാക്കി അപ്പോഴേ തന്നെ തീർത്തളയാ. എന്തെന്നാ ഇവരെയൊക്കെ കൊണ്ട് ജയിലിലേക്ക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവന്മാർ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഇത് തന്നെ ആവർത്തിക്കും. അപ്പോൾ ഒരാൾക്ക് ഇതേപോലത്തെ ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ വെച്ച് തന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ ഇത് ആവർത്തിക്കത്തില്ല. പേടിച്ച് ഇത് പിന്നെ ആവർത്തിക്കത്തില്ല. ജയിലിൽ കൊണ്ടിട്ടിട്ട് അവന്മാർ സുഭിക്ഷമായ ആഹാരം കഴിച്ച് സുഭിക്ഷമായിട്ട് ഇറങ്ങി വരുന്നു, പിന്നെ അത് തന്നെ ആവർത്തിക്കുന്നു. അപ്പോൾ അവർക്ക് എതിരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ജയിലിൽ കൊണ്ടിട്ട് അവർക്ക് സുഭിക്ഷമായ ആഹാരവും അത് ഇതുമെല്ലാം കിട്ടുന്നത്. ആ സ്പോട്ടിൽ വെച്ച് തന്നെ അമ്മമാർ തീർത്തോളാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് പേടിക്കും. പിന്നെ ഇത് ആവർത്തിക്കത്തില്ല. അപ്പോഴും എല്ലാവരും മരണത്തിനാണല്ലോ പേടിക്കുന്നത്. അല്ലേ ചേച്ചി, ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ നടന്നാലും പുറത്ത് പറയരുതല്ല. ഏன்னா ഒരുപാട് ആൾക്കാർ പറയുന്നത് പുറത്ത് പറഞ്ഞാൽ നാണക്കേട്, ഇതുപോലെ പറയാൻ കൂടാതെ. ഏன்னா കൊച്ചിലെ ജീവിതം പോകും, അവർ ലൈഫ് പോകുമെന്ന് പേടിച്ചാണ് ഓരോരുത്തർ ഇത് പുറത്ത് പറയാത്തത്. പിന്നെ അവിടെ കുടുംബത്തിലുണ്ടാകുന്ന നാണക്കേട് ഇങ്ങനെയൊക്കെ പേടിച്ചാണ് ഓരോരുത്തർ ഇത് പുറത്ത് പറയാത്തത്. മനസ്സിലായോ? ഇപ്പം പിന്നെ എല്ലാവരും അങ്ങ് അഴിച്ചങ്ങ് വിട്ടിരിക്കുകയല്ലേ. മാതാപിതാക്കൾ പഠിക്കാനെന്ന് പറഞ്ഞ് മക്കളെ വിടുന്നു. മക്കളെ എന്താണ് ഏതാണോ ഒന്നും അറിയുന്നു. ഹോസ്റ്റലിൽ കൊണ്ട് നടത്തിയിരിക്കുന്നു. ഞാൻ ഈ മ്യൂസിയത്തിൽ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ദിവസവും ഞാൻ കാണുന്നതാണ്. മാനവീയിൽ തന്നെ ഈ പെണ്ണ് ചെറുക്കന്മാരൊക്കെ വന്നിട്ട് എന്തുമാത്രം ഇതാണ്. മാതാപിതാക്കൾ വിചാരിക്കും അയ്യോ എൻ്റെ മക്കൾ പഠിച്ച് വലിയ ഹൈ ലെവൽ ആവുമെന്ന് പറഞ്ഞാണ് വിടുന്നത്. പക്ഷേ ഈ പിള്ളേർ ഭാവി എന്താണെന്ന് ഒരു അമ്മമാരാ ഒരു അച്ഛന്മാരാ ചിന്തിക്കുന്നില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായിട്ടിത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. എനിക്കുണ്ട് ഒരു കൊച്ചുമോളും ഒരു മോളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പേടിയാണ് ഈ പിള്ളേർക്ക് എന്തെങ്കിലും പറ്റുമോ, എന്താണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെ പെൺപിള്ളേരെങ്ങനെ ഉപദ്രവിക്കുന്നവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് നമുക്ക് തീർക്കാം. അല്ല ചേച്ചി, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരുപാട് സംഭവം നമുക്ക് റോഡിൽ നടന്നാൽ കൂടെ കണ്ടിട്ട് കാണാതെ പോകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് പബ്ലിക്കോட அவேர்னஸ் இல்லாதது தானே. அப்போ பப்ளிக் எப்படி ரியாக்ட் செய்யணும்? இப்போ ஒரு சம்பவம் நடக்குது அப்படின்னா ഒരു പെണ്ണയ്ക്ക് എതിരെ ഒരു പേടിക്കുന്നെന്നറിയാമോ? ഇപ്പം ഇങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവർ ചെന്ന് അതിലിതാക്കുമ്പോൾ അവരെ അങ്ങനെ അതേപോലെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പേടിച്ചാണ് സ്ത്രീകൾ പ്രതികരിക്കാത്തത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇയാൾ ഉപദ്രവിക്കുന്നു, നമ്മൾ ഓടിച്ചെന്ന് അയാളെ സഹായിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ തിരിച്ച് ഇവരെ ഉപദ്രവിക്കുന്നത് പേടിച്ചാണ് മറ്റുള്ളവർ പ്രതികരിക്കാതെ ഇതാകാതെ നിൽക്കുന്നത്. സംഭവം ചേച്ചി അത് ഓക്കെ ആണ്. അതേ നേരത്തിൽ നമുക്ക് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർന്ന് ഒരു നമ്പർ ഇருக்கு 1091. ഇപ്പോൾ എന്തെങ്കിലും നമ്മളാൽ റിയാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടെ 1091 വിളിച്ചാൽ പെട്ടെന്ന് പോലീസ് ആൾക്കാർ അവിടെ എത്തി അക്യൂസ്ഡ് ഉടനെ പിടിപ്പാங்க. സോ അതുകൊണ്ടാണ് വുമൺ ഹെൽപ്പ് ലൈൻ 1091 എല്ലാവരുടെ ഗേൾസോட മൊബൈലിലും സേവ്